ഹായ്, കീം 2025 നോട്ടിഫിക്കേഷൻ വന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ കീമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, ബിഫാം, MBBS, BDS, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ KIയുടെ അണ്ടറിൽ വരുന്ന BTech ബയോടെക്നോളജി കോഴ്സ്, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ് തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ടും കീം രജിസ്റ്റർ ചെയ്യണം. ഒന്നിലധികം കോഴ്സുകൾ അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികൾ ഒരൊറ്റ അപേക്ഷ മാത്രമാണ് സമർപ്പിക്കേണ്ടത്. മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി നീറ്റ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായും കീം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടി നീറ്റ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായും കീം രജിസ്റ്റർ ചെയ്യണം. എക്സാമിനേഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ നീറ്റിന്റെ സ്കോർ വന്നതിന് ശേഷം കീമിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുകയും അതിൽ നീറ്റിന്റെ സ്കോർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരവും നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് നാറ്റയുടെ സ്കോറാണ് പരിഗണിക്കുന്നത്. അതുപോലെ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കീമിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ പരീക്ഷ എഴുതണം. ഇനി ബിഫാമിന് മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പരീക്ഷ എഴുതിയാൽ മതിയാവും. മാത്തമാറ്റിക്സ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പ്രധാനപ്പെട്ട തീയതികളെ കുറിച്ച് മനസ്സിലാക്കാം. ഓൺലൈനായി മാർച്ച് 10 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം വരുന്നത്. മാർച്ച് 15 വരെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏപ്രിൽ 10 മുതൽ അഡ്മിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏപ്രിൽ 22 മുതൽ 30 വരെ ആയിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. എക്സാം സെന്ററിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വഴിയായിരിക്കും അറിയാൻ സാധിക്കുക. എക്സാമിനേഷന്റെ ടൈം കൂടെ പറയാം. 12 മണിക്കാണ് എക്സാമിനേഷൻ സെന്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 1:30 മുതൽ എക്സാം ഹാളിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും. 1:45 മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കും. അവസാനമായി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് 1:50 വരെ ആയിരിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നോക്കണം. 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ നടക്കുന്നത്. എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID പ്രൂഫ്, ട്രാൻസ്പെറന്റ് ബോൾ പോയിന്റ് പെൻ ഇത് മാത്രമായിരിക്കും നിങ്ങൾക്ക് അകത്ത് കയറ്റാൻ സാധിക്കുക. മെയ് 10 മുമ്പായി എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസിയുടെ എൻട്രൻസിന്റെ റിസൾട്ട് വരും. കൂടാതെ ജൂൺ 10 മുമ്പായി നിങ്ങൾക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എക്സാമിന്റെ പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 ചോയ്സ് ആൻസർ വീതം ഉണ്ടാകും. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സിൽ നിന്നും 75 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഫിസിക്സിൽ നിന്നും 45ഉം കെമിസ്ട്രിയിൽ നിന്നും 30 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ടോട്ടൽ നിങ്ങൾക്ക് 180 മിനിറ്റ് ആയിരിക്കും, അഥവാ 3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാമിന്റെ ദൈർഘ്യം വരുന്നത്. ഇനി ഫാർമസിയിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നും 45 ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്നും 30 ചോദ്യങ്ങളുമാവും ഉണ്ടാവുക. 90 മിനിറ്റ് ആയിരിക്കും, അഥവാ 1.5 മണിക്കൂറായിരിക്കും ഫാർമസിയുടെ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത്. കൂടാതെ പരീക്ഷയിലെ ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വീതമാണ് ലഭിക്കുക. കൂടാതെ പരീക്ഷയിൽ ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ മൊത്തം സ്കോറിൽ നിന്നും 1 മാർക്ക് വീതം കുറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശരിയുത്തരം അറിയാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകളെ കുറിച്ചാണ് പറയുന്നത്. സിഇയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റ ഷീറ്റ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ ബർത്ത് തെളിയിക്കുന്ന രേഖ, അക്കാദമിക് എലിജിബിലിറ്റി തെളിയിക്കുന്ന ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അത്. അടുത്തത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, സിഇയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റ ഷീറ്റ്, അതുപോലെ തന്നെ ബർത്ത് തെളിയിക്കുന്ന രേഖ, അതുപോലെ തന്നെ അക്കാദമിക് എലിജിബിലിറ്റി തെളിയിക്കുന്ന ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും, അലോട്ട്മെന്റ് മെമ്മോ, അപേക്ഷ സമയത്ത് സമർപ്പിച്ച ഡോക്യുമെന്റുകൾ, അതായത് നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ എന്തൊക്കെയാണ് നിങ്ങൾ സമർപ്പിച്ചത് ആ രേഖകളും അഡ്മിഷൻ സമയത്ത് സമർപ്പിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നോൺ ക്രിമിനൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്നും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ നിങ്ങൾ എടുത്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇതിന് സ്വീകരിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വരുമാനം, EWS പോലത്തെ സർട്ടിഫിക്കറ്റുകൾ, കാറ്റഗറി സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വില്ലേജ് ഓഫീസറുടെ
സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് താലൂക്കിൽ നിന്നാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ക്ലിയർ ആണെന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ, സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ നല്ല ക്ലിയർ ഉള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം ആപ്ലിക്കേഷൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.